നിന്റെ ആര്യകുട്ടി എന്നെ എവിടെയൊക്കെ തെരഞ്ഞു ഈ എന്തേ ആനക്കാട്ടിൽ വന്നിരിക്കണേ എപ്പോഴാ ആസ്പത്രിയിൽ നിന്ന് വന്നീ നിന്റെ ആര്യകുട്ടി എന്തിനാണ് വിഷം കുടിച്ചത് അനക്കറിയില്ല എൻ്റെ അവസ്ഥ 12 ലക്ഷം രൂപ ബാങ്കിൽ ജപ്തിയില വീട് നിൽക്കണേ ഞാൻ പിന്നെ എന്താ ചെയ്യുക അതൊക്കെ കഴിഞ്ഞില്ലേ ഇനി ഇവിടെ ഒറ്റക്ക് ഇവിടെ വന്ന് ആലോചിച്ച് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ടേ പിന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടല്ലേ എടാ ഞാൻ ആശുപത്രിയിലായപ്പോൾ എന്നെ ആശുപത്രിയിൽ നടക്കാൻ വേണ്ടിയിട്ടേ വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു 5 ലക്ഷം രൂപ വാങ്ങി കടം അതും എൻ്റെ പേരിൽ അതും എൻ്റെ പേരടിയില്ല ഇപ്പോൾ 12 എല്ലാം കൂടി 17 ഞാൻ പിന്നെ എന്താ ചെയ്യുക എന്തിനാ ആൽക്കുട്ടി ഇങ്ങനെ ബേജാറാവണത് എനിക്കൂല്ലേ 10-12 ലക്ഷം ബാങ്കിൽ കടം എനിക്ക് നമുക്ക് പോവാ അവിടുന്ന് 4 ദിവസം ആശുപത്രി കിടന്നപ്പോ മതിയായോ എന്റെ സൂക്കടൊക്കെ എന്താ ചെയ്ത് അനക്കൊരു കൂട്ടം കുടുംബം വീടൊക്കെ ഉണ്ടെന്നുള്ള വിചാരമുണ്ടോ എത്ര ആൾക്കാരെ ബുദ്ധിമുട്ടിയത് അനക്കിപ്പോ അത് ചെയ്താൽ മതി എത്ര ദിവസമായി മനുഷ്യന്മാർ മെനക്കെട്ട് നടക്കുന്നു ഞാൻ 10-12 ലക്ഷം ലോൺ എടുത്തിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ ഇതിൽ നടക്കുന്നുണ്ട് എന്റെ ലോണിന്റെ കഥ പറയണ്ട വലിയ കൊട്ടാരം പോലത്തെ 2 നില കെട്ടിയിട്ടല്ലേ എന്റെ നേരെ മുന്നിൽ എന്റെ അനിയന് 2ാം നില എടുത്തിട്ട് ഞാൻ നടക്കുമ്പോ ഞാൻ എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞേ പോയിട്ട് ലോൺ എടുക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ 10-12 ലക്ഷം ലോൺ എടുത്തത് അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ വെറുതെ എടുത്തൊന്നുമല്ല എന്നാ അനുഭവിച്ചോ